സിനിമ പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് അത്ര എളുപ്പത്തിൽ അത് സമ്മതിച്ചു കൊടുക്കില്ല. അത് വേണോ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എന്ന് ചോദിക്കത്തേ ഉള്ളൂ. എൻ്റെ ഫാദറാണെങ്കിൽ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളായിരുന്നു. അപ്പോൾ ആലപ്പുഴയിലും ചേർത്തലയിലും ഒക്കെ ആയിട്ട് 3-4 കടകളുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറവലങ്ങാട് വന്ന് BSc സുവോളജി എടുത്ത് പഠിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്നെ ഡോക്ടറാക്കണമെന്നും പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാനതിലൊന്നും ശ്രദ്ധിക്കാതെ സിനിമയുടെ പുറകെയും ഫോട്ടോഗ്രാഫിയുടെ പുറകെയും പോയി. പിന്നെ അങ്ങനെ പൂനെയിലേക്ക് മാറിപ്പോയി. ചാച്ചന് ഒരു പക്ഷേ വിഷമമായി കാണും അത്. പക്ഷേ എനിക്ക് എൻ്റെ വഴിയിൽ പോവുകയല്ലാതെ ഞാൻ ഒരു ഡോക്ടറായി പോവുക എന്നുള്ളത് അന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ലായിരുന്നു. ഓബ്വിയസ്ലി ആ കാലഘട്ടത്തിലും ഒരു സീരിയസ് ആയിട്ടുള്ള, ഞാൻ സിനിമ പഠിച്ച് പുറത്തിറങ്ങി വരുമ്പോഴും എൻ്റെ മുഖ്യ ലക്ഷ്യം ഈ ഒരു സിനിമാറ്റോഗ്രാഫറാകുക, അതുവഴി ഫേമസായി വലിയൊരു ക്യാമറമാനായി ധാരാളം പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് പഠിച്ച് വന്നതല്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ ഒരു ഐഡിയലിസവും ഇതൊരു എന്താ പറയേണ്ടത്, അന്ന് ഞാൻ 79 ചേരുമ്പോൾ അത് എമർജൻസി പീരീഡൊക്കെ കഴിഞ്ഞിട്ട് ഉടനെയുള്ള സമയമാണ്. അപ്പോൾ അതൊരു ഈ സിനിമയും ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അതിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് സിനിമ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമയുടെ പുതിയ മുഖങ്ങൾ കണ്ടപ്പോഴാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്ന, ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്ന അടിയടി പടങ്ങളല്ല യഥാർത്ഥ സിനിമയുടെ മാതൃകകൾ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും പിന്നീട് അങ്ങനെയുള്ള സിനിമകളിലേക്ക് മാത്രം നമ്മുടെ താല്പര്യം വളരുകയും ചെയ്തതാണ്. അപ്പോൾ ഞാനതിനൊരു ഉദാഹരണം പറയും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ എവിടെയും ഒരു ചായക്കടയിൽ പോയാൽ അവിടുത്തെ ഒരു പായസമൊക്കെ കുടിക്കും നമ്മൾ. പക്ഷെ അത് കഴിഞ്ഞ് രുചിയുള്ള മറ്റ് പായസങ്ങൾ നമ്മൾ കുടിച്ച്, അമ്പലപ്പുഴ പാൽപ്പായസവും കുടിച്ചിട്ടുണ്ട്. പിന്നെ ചായക്കട പീടികയിലുണ്ടാക്കി പായസം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇതാണ് യഥാർത്ഥ രുചിയുടെ നല്ല മാതൃക അമ്പലപ്പുഴ പാൽപ്പായസമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനല്ലേ അതുപോലെയുള്ളതല്ലേ നമുക്ക് രുചികരമാവുള്ളൂ. പവിയേട്ടൻ എന്ന് പറയുന്ന, പവിത്രൻ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. ഇതെല്ലാം ഒരു സാധാരണ ഒരു സിനിമ കണ്ട ആളുകൾ പൊട്ടിച്ചിരിക്കുന്നു, അതൊക്കെ ചിരിക്കുമ്പോൾ അതൊരു അസ്ഥികൂടത്തിൻ്റെ ചിരി പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു കാമ്പില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ കലാമാതൃകകളും അനുഭവിച്ചോ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് മറ്റുള്ള അതിൽ കുറഞ്ഞ ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റില്ല. അത് ശരി തെറ്റെന്നുള്ളതല്ല. അപ്പം ആ തരത്തിൽ നമ്മുടെ അഭിരുചികളെ മാറ്റി പൂനെയിലുള്ള ജീവിതകാലം എന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പൂനെയിൽ 4 വർഷം ഞാൻ പഠിച്ച കാലഘട്ടമാണ് എന്നെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ അതുവരെ എൻ്റെ മനസ്സിൽ രാജ്യവും നാടും അപരനും ഒക്കെ മനസ്സിൽ, നമ്മുടെ എല്ലാം മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ സിനിമകൾ ഒരു 100-300 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മനുഷ്യരുടെ ദുഃഖങ്ങളും അവരുടെ സ്വപ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ഏകലോക ബോധ്യം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ പ്രൗഡ്ലി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്, ഐ ബിക്കെയിം എ വേൾഡ് സിറ്റിസൺ. എല്ലാ തരത്തിലുമുള്ള ഡിവിഷനുകളെയും മറികടന്നുകൊണ്ട് ഒരു മനുഷ്യകുലം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുവാനായിട്ട് ആ കാലത്തിന് ശേഷം പിന്നീട് നമ്മൾ തയ്യാറായി. എല്ലാം നമുക്ക് ചുറ്റുമുള്ള എല്ലാ സംഗതികളും മനുഷ്യരെ തമ്മിൽ അകറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ കലകളാണ് ഒരുപക്ഷെ മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം ഇന്ന് ലോകത്ത് നടത്തുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു പങ്കുള്ളത് സിനിമയ്ക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് എനിക്ക് സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നതിൽ ഏറിയ സന്തോഷമുള്ളത്. എൻ്റെ ഒറിജിനൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഐ വാണ്ടഡ് ടു ബി എ ഡയറക്ടർ.
83 ഞാൻ പൂനെയിൽ നിന്ന് പാസ്സായി വന്നതിൻ്റെ ഉടനെ തന്നെ ഞാൻ ഒരു ഡയറക്ഷനിലേക്ക് കടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകനായി മാറാനുള്ള സാധ്യത കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇല്ലാതെ, പക്ഷേ അപ്പോഴും ഓരോ വർഷവും ഞാൻ ഏതാണ്ട് 75ഓളം സിനിമകൾ ഇപ്പം 12 ഭാഷകളിലായിട്ട്, ഇന്ത്യയിലെ 12 ഭാഷകളിലായിട്ട് 75 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ 75 സിനിമകളും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ 75 സിനിമകളുടെ സംവിധായകരും നിർമ്മാതാക്കളും എന്നെ വിളിച്ച് തന്ന സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ഓരോ വർഷവും ചെയ്യുന്ന സിനിമകൾ കാണുകയും അതിനെപ്പറ്റി അറിയുകയും ചെയ്യുന്ന മറ്റ് ഡയറക്ടേഴ്സ് പല ഭാഷകളിലും നിന്ന് എന്നെ വിളിക്കുകയാണ് ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം അന്ന് കൽക്കട്ടയിൽ പോയി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി വർക്ക് ചെയ്യുന്നു, തമിഴ് സിനിമയിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയെല്ലാം വരുന്നത് ആ സമയം 83 ഒരു 90s വരെ, മേ ബി ഈവൻ അപ് ടു 2000 ഈ റീജിയണൽ ഏരിയയിൽ വളരെ മികച്ച രീതിയിൽ ഒരു എന്താ പറയണ്ടേ, ആർട്സ് ഫിലിം മേഖലയിൽ അങ്ങനെയുള്ള ക്യാമറമാന്മാർ അവിടെ കുറവായിരുന്നു. ഇന്നിപ്പം ബംഗാളിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഹൈദരാബാദിലും ഒക്കെ മികച്ച ക്യാമറമാന്മാരുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വന്ന ആ സമയവും കൂടെ കറക്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം പോയി വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായി. അരിബാം ശ്യാം ശർമ്മ ഇവിടെ നിന്ന് വിളിക്കുന്നു, മണിപ്പൂരിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ ആ സിനിമ ഉള്ളപ്പോൾ തന്നെ ഞാൻ പിന്നെ അപർണ സെൻ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അപ്പം അപർണ സെൻ്റെ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാം, പക്ഷേ എന്നാലും ഞാൻ കള്ളത്തിന് പറയും നോക്കട്ടെ എന്ന് പറയും, പിന്നെ നീട്ടിക്കൊണ്ടു പോകും. അപ്പം അങ്ങനെ ഈ വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ വിളികൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കൊല്ലം കൂടെ ഈ സിനിമ ചെയ്യാം, അടുത്ത കൊല്ലം പിന്നെ നമ്മുടെ ഇതിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നീണ്ട് അത് 2020 വരെ അങ്ങ് നീണ്ടു. എനിവേ, നൗ ഐ മേഡ് എ ഫിലിം, ബട്ട് ദെൻ ഓഫ് കോഴ്സ് എവരിബഡി ഗോട്ട് entangled into the COVID phenomena. അപ്പോൾ ആ കോവിഡ് സമയത്ത് എൻ്റെ 3 സിനിമ ഷൂട്ട് നടക്കേണ്ടതാണ്. ഒരു ഹിന്ദി ഫിലിം, ഒരു പഞ്ചാബി ഫിലിം, ഒരു തെലുഗു ഫിലിം. പക്ഷേ ആ 3 സിനിമയും കോവിഡിൽ ബ്ലോക്കായി. പക്ഷേ പിന്നീടത് മാറിപ്പോയി. ഇപ്പം 2 സിനിമ ഇപ്പം ഡിസ്കഷനിലുണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ഓപ്പൺ അപ്പ് ചെയ്ത് വരുവാണെങ്കിൽ ഐ ക്യാൻ ഈസിലി അഗെയിൻ മൂവ് ഇൻ ടു. മലയാളത്തിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഞാൻ തൃശ്ശൂർ പോയിട്ട് ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവിടെ പത്രപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു, മാതൃഭൂമിയുടെ ചീഫ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ ഈ 20 വർഷം എൻ്റെ പേര് കാണാത്തത് കൊണ്ട് തൊഴിൽ നിർത്തിപ്പോയെന്ന് വിചാരിക്കേണ്ട, പിന്നെ ബിക്കോസ് ഇറ്റ് ഈസ് ദ ടൈം നമ്മൾ സെൽഫ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ ഇത് അറിയുള്ളൂ. അല്ലെങ്കിൽ ഇതുവരെ ഈ കഴിഞ്ഞ വർഷം വരെ മലയാളത്തിൽ ഞാൻ പണി നിർത്തിയെന്നാണ് വിചാരിച്ചത്.